അണ്ടല്ലൂർക്കാവ് ഉത്സവം ഇന്ന് സമാപിക്കും. ഇന്ന് നടക്കുന്ന തെയ്യാട്ടങ്ങൾക്കും ചടങ്ങുകൾക്കും ശേഷം വ്യാഴാഴ്ച തിരുവാഭരണം അറയിൽ സൂക്ഷിക്കുന്ന ചടങ്ങോടെയാണ് സമാപനം. ഇന്ന് പുലർച്ചെ മുതൽ തെയ്യാട്ടങ്ങൾ തുടങ്ങി. അതിരാളവും മക്കളും, ഇളങ്കരുവൻ, പൂതാടി, നാഗകണ്ഠൻ, നാഗഭഗവതി, മലക്കാരി, പൊന്മകൻ, പുതുചേകോൻ, വേട്ടേക്കൊരുമകൻ, ബപ്പൂരൻ തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടും. ഉച്ചയ്ക്ക് ക്ഷേത്രമുറ്റത്ത് ബാലി സുഗ്രീവ യുദ്ധം, വൈകിട്ട് മെയ്യാലുകൂടൽ, തുടർന്ന് പ്രധാന ആരാധനാമൂർത്തിയായ ദേവത്താർ പൊന്മുടി അണിയും. സഹചാരികളായ അങ്കക്കാരൻ, ബപ്പൂരൻ എന്നിവരും തിരുമുടി അണിയും. രാത്രി താഴേക്കാവിലേക്ക് എഴുന്നള്ളത്ത് നടക്കും. ആട്ടങ്ങൾക്ക് ശേഷം തിരിച്ചെഴുന്നള്ളത്ത് നടക്കും. കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. തടവ് പൊളിച്ചു പാച്ചിൽ, നിരത്തിപ്പാച്ചിൽ തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷമാണ് സമാപന ചടങ്ങുകൾ. ചൊവ്വാഴ്ച വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഉച്ചയ്ക്ക് നടന്ന ബാലി സുഗ്രീവ യുദ്ധം കാണാൻ വൻ ജനാവലിയാണ് ക്ഷേത്രമുറ്റത്തെത്തിയത്. ഇളങ്കരുവൻ, പൂതാടി എന്നീ തെയ്യങ്ങളാണ് ബാലിയും സുഗ്രീവനും. ദേവത്താർ മുടിയണിയുന്നതിന് സാക്ഷികളാകാനും ആയിരങ്ങളെത്തി. രാത്രി വൈകിയും ജനത്തിരക്ക് തുടരുകയായിരുന്നു. തലശ്ശേരി താലൂക്കിൽ ധർമ്മടം പഞ്ചായത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് അണ്ടല്ലൂർക്കാവ്. മകരം 15 മുതൽ കുംഭം 14 വരെ ഒരു മാസം നീളുന്നതാണ് തലശ്ശേരിക്കടുത്ത് അണ്ടല്ലൂർക്കാവിലെ തിറച്ചടങ്ങുകൾ. കുംഭം 2 മുതൽ 7 വരെയാണ് ഉത്സവത്തിന്റെ പ്രധാന ഭാഗം നടക്കുക. അണ്ടല്ലൂർ ദേശത്ത് തൊട്ടടുത്തുള്ള 2 സ്ഥലങ്ങളിലായാണ് മേലേക്കാവും താഴേക്കാവും. തെയ്യങ്ങൾ കെട്ടിയാടുന്നതും അതോടനുബന്ധിച്ച് ചടങ്ങുകൾ നടത്തുന്നതും താഴേക്കാവിലാണ്. അതേസമയം ശ്രീകോവിലുകളും തിരുമുറ്റവും മേലേക്കാവിലുമാണ്. കോലത്തിരിയുടെ പ്രതിപുരുഷനായി നാടുവാണ അണ്ടല്ലൂർ നായനാരും മാവിലായി നാടുവാഴിയും തമ്മിൽ മൂപ്പിള തർക്കമുണ്ടായെന്നും ഒടുവിൽ അണ്ടല്ലൂർ നായനാർ ചതിയിൽ കൊല്ലപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. തുടർന്ന് അദ്ദേഹം ദേവത്താറായി ആരാധിക്കപ്പെട്ടു തുടങ്ങിയെന്നുമാണ് കഥ. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ.